ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റോഡ് ട്രിപ്പ് പോവാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ റോഡ് ട്രിപ്പാണ്. നമ്മൾ ആദ്യം സ്വീഡൻ ടു നോർവേ പോയിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെയാണ് പോകുന്നത് വെച്ചാൽ സ്വീഡന്റെ തന്നെ ഏകദേശം നോർത്ത് പോർഷനിലായ മോറ അല്ലെങ്കിൽ ദലാർന എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ഒരു 2 days സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാന്ന് വെച്ചിട്ടാണ്, ഒരു സ്റ്റേക്കേഷൻ പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ വേറെയും 3-4 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഭൂമി ഒരു ഹായ് പറഞ്ഞു മുന്നേ. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ സാല സിൽവർ ഗ്രൂവ, അതായത് സിൽവർ മൈൻ, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ ഒരു ആന്റിക് ഷോപ്പ് ഉണ്ട്. അപ്പൊ ആന്റിക് ഷോപ്പിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഒരുപാടധികം ആന്റിക് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റുമാണ്, അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഓസ്ട്രിച്ച് ഫാം ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഓസ്ട്രിച്ച് ഒക്കെ ഉള്ള ഒരു ഫാം ഹൗസിൽ വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ ഫുള്ള് ഫാമാട്ടോ. ഒരുപാട് ഹോഴ്സും ഫാമും ഒക്കെ ഉള്ള അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലൊരു ഫാം ഹൗസാണിത് എൻ്റെ ബാക്കിലുള്ളത്. കണ്ടോ, ഇതുപോലെ വലിയ മെഡോല് ഇതുപോലെ ഫാം ഹൗസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓസ്ട്രിച്ച് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓസ്ട്രിച്ച് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട മറ്റേ ട്രാംപോലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെയാണ് ഓസ്ട്രിച്ച് ഉള്ളത്. തട്ട് കൊടുത്താലോ? ചെയ്സാണ്.
ഓടിച്ചാടി എല്ലാവരും ഭയങ്കര ടയേർഡായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് രാത്രി എനിക്ക് ഈ കോട്ടേജിൻ്റെയോ നമ്മൾ നിന്ന സ്റ്റേൻ്റെയോ ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ ഇത് നെക്സ്റ്റ് ഡേയാ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ കോട്ടേജസ് ഉണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതിലൊരു കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫാമിലിക്കായിട്ട് ഓരോ കോട്ടേജാണുള്ളത്. ഇതൊരു ക്യാമ്പിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്വിമ്മിങ് ഉണ്ട്, ബൗളിംഗ്, പിന്നെ റെസ്റ്റോറൻറ്റ്, കഫേ എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ഇവിടെ ഒരു ലേക്ക് സൈഡ് വ്യൂ ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. നല്ലൊരു സ്റ്റേക്കേഷന് പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പോൾ ആ കാണുന്നതാണ് ഞങ്ങളുടെ റൂം. അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഫാമിലീൻ്റെ കോട്ടേജ് ഉണ്ട്. അങ്ങനെ അടുത്തടുത്ത് ഇതൊക്കെ ദലാർണ ഹൗസാണ്. ഈ ഏറ്റവും ചെറിയത് ഈ സാധനം 7 സെൻറ്റിമീറ്റർ. ഈ 7 സെൻറ്റിമീറ്റർ ഉള്ള ദലാർണ ഹൗസിൻ്റെ റേറ്റ് 229 ക്രോൺസ് ആണ്. ഈ 7 സെൻറ്റിമീറ്റർ ദലാർണയുടെ റേറ്റ് 2000 ഇന്ത്യൻ റുപ്പീസ് വരും. ആക്ച്വലി ആ സ്മോൾ 7 സെൻറ്റിമീറ്റർ ഉള്ള ദലാർണ ഹൗസിന് അത്രയും എക്സ്പെൻസീവ് ആണ് ദലാർണ ഹൗസ്. അപ്പൊ നമ്മൾ നമ്മുടെ 2 ദിവസത്തെ സ്റ്റേക്കേഷനൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചിങ്ങ് പോവാണ്. നല്ല വിഷമമുണ്ടല്ലേ എല്ലാവർക്കും? ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യും. നമ്മൾ അടിച്ചു പൊളിച്ചു. എന്തായാലും നല്ല രസമായിരുന്നു, അടിപൊളി വൈബായിരുന്നു. അപ്പോൾ വ്ളോഗ് കുറച്ച് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യാം. ഇപ്പം എല്ലാവരും ഒരു ബൈ പറഞ്ഞു. അങ്ങനെ കുറേ അധികം മെമ്മറീസും കുറച്ച് വിഷമമൊക്കെ ആയിട്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.